ഞങ്ങൾ 3 കൂട്ടുകാരും കൂടെ രാവിലെ ഏകദേശം ഒരു 5:30 ആയപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പിന്നെ കൊട്ടാരക്കര ഞങ്ങളുടെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അതായത് മൊത്തത്തിൽ ഞങ്ങൾ 4 പേര്. അങ്ങനെ കൊട്ടാരക്കര എത്തി അവനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. പക്ഷെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് പോയ സമയമാണേലും അത്യാവശ്യം നല്ല ക്ലൈമറ്റ്. പിന്നെ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റി. അതോടൊപ്പം തന്നെ ഇന്നലെ പെയ്തൊരു മഴയുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഇടിയും മിന്നലോടും കൂടി പെയ്ത് നല്ല തുടർച്ചയായിട്ട് നിന്നൊരു മഴയുണ്ട്, ശക്തമായിട്ട് നിന്ന്. അപ്പം ആ ഒരു മഴയുടെ ഒരു പ്രത്യാഘാതമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മഴയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കാം ഈ ഞങ്ങൾ പോയ റൂട്ടൊക്കെ ഞങ്ങൾക്ക് ചെറിയ ചെറിയ മഞ്ഞ് പോലൊക്കെ കണ്ടു. ഇതാണ്ട് ഈ ഒരു കാഴ്ചയിൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ചെറിയ മഞ്ഞ് വീഴ്ചയും അല്ലെ ആ ഒരു മഞ്ഞ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 6:45 7 മണി ആ ഒരു സമയം ആയായിരുന്നു ഞങ്ങൾ ഈ ഒരു റൂട്ട് പോകുമ്പോഴൊക്കെ. എന്നിട്ടും ഇത്രയും ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് ആ ഒരു മഞ്ഞും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റി. പൊതുവേ ഈ റൂട്ട് പോകുമ്പോൾ അങ്ങനെ കാണാത്തതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു മഴയുടെയൊക്കെ ഒരു എഫക്റ്റ് ആയിരിക്കും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സമയം ഇങ്ങനെ പോകാനൊക്കെ. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ 3ാമത്തെ അമ്പനാട് യാത്രയാണ്. ആദ്യത്തെ 2 തവണ പോയപ്പോഴും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എസ്റ്റേറ്റിലോട്ട് അന്നൊന്നും കയറാൻ പറ്റിയതേ ഇല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ അവിടം വരെ വണ്ടി ഓട്ടിച്ച് പോയിട്ട് ആ ഗേറ്റിൻ്റെ അവിടം വരെ നിൽക്കേണ്ടി വന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെന്തായാലും ഞങ്ങൾ മനസ്സ് സജ്ജമാക്കിയിട്ടായിരുന്നു ഞങ്ങൾ നിരുന്നത്. അതായത് എന്ത് കാരണവശാലും ഞങ്ങൾ കയറിയിരിക്കുക എന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു. അപ്പ തിരിച്ചു പോയിരുന്നെങ്കിൽ സീനാവൂലോ അല്ലേടാ ആ ഒരു സമയത്ത് ഞങ്ങൾ ആദ്യത്തെ 2 തവണ അമ്പനാട് പോയപ്പോഴും ഞങ്ങൾ സത്യം പറയാൻ അങ്ങോട്ട് കയറ്റി വിടാഞ്ഞതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് അവിടെ കാട്ടാനക്കൂട്ടം ഉണ്ട്, നിങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ അന്ന് അവിടെ തടഞ്ഞു നിർത്തിയത്. അപ്പം ഇത്തവണ എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് കയറാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പം അമ്പനാട് എസ്റ്റേറ്റിലുള്ളവർ തന്നെ, അല്ലെങ്കിൽ അമ്പനാട് എസ്റ്റേറ്റിലോട്ട് കയറാൻ തന്നെ ഏകദേശം 100 രൂപ കൊടുത്ത് പാസ് മേടിക്കണമെന്നുള്ളൊരു ഇടപാടിപ്പം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പം അത്യാവശ്യം ആൾക്കാർ പോകുന്നുണ്ട്. അമ്പനാട്ടിലോട്ട് ആൾക്കാരെ കയറ്റി വിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും കയറാൻ പറ്റുമെന്ന്. പിന്നെ ഞങ്ങൾ ഈ പോയ സമയം ഒരു മഴ പെയ്തതിന് ശേഷമുള്ളൊരു സമയം ആയതുകൊണ്ട് തന്നെ അവിടെ ചെറിയ മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്നാമത് ചൂട് സമയമാണ്. ആ ഒരു ചൂട് സമയത്തൊരു ഒരു ഒരു ആശ്വാസം എന്നോടൊരു മഴ പെയ്തത് കൊണ്ട് നമുക്ക് അതുകൊണ്ട് അമ്പനാട് യാത്ര അത്ര ദുഷ്കരമായില്ല. ഈ അമ്പനാട് റൂട്ടൊക്കെ ആദ്യം വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചു പോകുന്നത് തന്നെ ആയിരിക്കും എന്തുകൊണ്ടും ഉചിതം. കാരണമെന്ന് വെച്ചാൽ ഈ ഒരു റൂട്ടൊന്നും അങ്ങനെ നമുക്ക് നെറ്റ്വർക്ക് കവറേജോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഒരു സമയമാകുമ്പോഴേ റേഞ്ച് കട്ടാവും. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾക്കൊക്കെ 2 തവണ പോയതിൻ്റെ ഒരു ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഏകദേശം റൂട്ടും കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന്. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് തവണ ഈ ഒരു അമ്പനാട് വരാൻ നേരത്ത് ഞങ്ങൾ നേരെ മാമ്പഴത്തറ റൂട്ടായിരുന്നു കയറി പിടിച്ചത്. പിന്നെ ഒരു ചേട്ടനാ പറയാൻ നിങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോയാൽ മതിയാണ്. എന്താണെന്നറിയത്തില്ല, എപ്പോഴും ഈ ഒരു അമ്പനാട് റൂട്ട് പോകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീലാണ്. അതിനപ്പുറം ഒരു സമാധാനമാണ്. കാരണം വെച്ചാൽ ഒരു തിരക്കില്ല, നല്ല ശാന്തമാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന റൂട്ടായാലും ഞങ്ങളൊരു മയിലിനെയൊക്കെ കണ്ട് നല്ല നല്ല രസമാണ് കേട്ടോ. നമ്മളിപ്പം ഒരു സോളോ റൈഡ് പോകുകയാണെങ്കിലും അത്യാവശ്യം ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും നല്ലൊരു വൈബ് തന്നെയാണ് ഈ ഒരു റൂട്ട് പോകാൻ. ഞങ്ങളിപ്പം വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല എൻജോയ് ചെയ്ത് ഞങ്ങളൊരു 4 കൂട്ടുകാരുണ്ട്. അപ്പം നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് നൈസാണ് ഈ റൂട്ടൊക്കെ പോകാനൊക്കെ. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പനാടൊക്കെ വരുമ്പോൾ മാക്സിമം ഒരു തണുപ്പൊക്കെ ഉള്ളൊരു സമയം വരാൻ നോക്കണം. അത് കണക്ക് കുറച്ച് മഴയൊക്കെ ഉള്ള ആ ഒരു സമയം, ഭയങ്കര മഴയല്ല എന്നാലും ഒരു കുറച്ച് മഴയൊക്കെ ഉള്ള സമയം, ഒരു ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും പിന്നെയും കുറച്ചുകൂടെയൊക്കെ വരാൻ നല്ലത്. അല്ലെങ്കിൽ ഒരു ഡിസംബർ സമയം, ആ ഒരു സമയത്തും മഴയില്ലെങ്കിൽ ഒരു തണുപ്പുള്ള സമയമല്ലേ, അപ്പോൾ അതൊക്കെ നൈസായിരിക്കും. ഞങ്ങളിപ്പം പോയ സമയം ഈ ഒക്ടോബർ മാസം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭയങ്കര ചൂടും ഭയങ്കര പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അത്രയും വെയിലും ചൂടുമൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ പെയ്തതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇന്നലെ മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൊള്ളാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തത്. അല്ലേ ഞങ്ങൾ പോകാനൊരു പ്ലാനും ഇല്ലായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ.
നിങ്ങൾ ഇങ്ങനത്തെ റൂട്ടൊക്കെ പോകുമ്പോൾ മാക്സിമം ഒരു സ്പീക്കറും കൂടെ കൈ കരുതുക കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനത്തെ ഒരു സ്പോട്ടിലൊക്കെ വന്നിരുന്ന് പാട്ടൊക്കെ കേട്ട് കൂട്ടുകാരായിട്ടൊക്കെ വൈബ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. ഒരു തിക്കും തിരക്കും ഇല്ല. എന്ത് സമാധാനമാണെന്നറിയോ അവിടെ. ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു ടോപ്പ് ആ ഒരു പൊസിഷനിലെത്തും. അപ്പം അവിടെ ആയാലും നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ പോയ വഴിക്ക് കണ്ടൊരു മയിലിനെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാടുണ്ട് മയിലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആൺമയിലും പെൺമയിലും ഒക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് 2-3 കണ്ടായിരുന്നു. അപ്പം നല്ലതാണ് ഇതിങ്ങനെ. അവർക്ക് സത്യം പറയാൻ ആ ഒരു സമാധാനം അവരനുഭവിക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനത്തുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലാതെ നമ്മുടെ ആ ഒരു തിരക്കേറിയ സ്ഥലങ്ങളിൽ, ഇപ്പം അത്യാവശ്യം ഒരു ഉൾപ്രദേശമാണെങ്കിലും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നും ഇതിനെ അങ്ങനെ കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു സമാധാനം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറേ ജീവികളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം പോകുന്ന ഈ റൂട്ട് കണ്ട, ഇപ്പോൾ ഈ പോകുന്ന റൂട്ടായാലും എന്ത് രസമാണെന്നറിയുമോ. അത് ചെറിയ ആ ഒരു വെയിലും ആ ഒരു മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ വരുന്നതും. ഇപ്പം ഞങ്ങളിപ്പം വണ്ടിയിലായിരുന്നു, ഞങ്ങൾ താറിലായിരുന്നു പോയത്. അപ്പോൾ നല്ല രസമായിരുന്നു വണ്ടിയിലൊക്കെ കാറിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുമ്പോഴായാലും നല്ല സമാധാനവും ശാന്തിയും. പിന്നെ അത്യാവശ്യം നല്ല വൈബുള്ള കൂട്ടുകാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ത്രൂ ഔട്ട് നല്ല നമ്മളാ യാത്ര അങ്ങനെ ഒരുപാടുണ്ടെന്ന് നമുക്ക് തോന്നിക്കത്തില്ല. കാരണം ഞങ്ങൾക്കിപ്പോൾ ഏകദേശം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പക്ക ഒരു 2 മണിക്കൂറോളം യാത്രയുണ്ട്. അതായത് 49 കിലോമീറ്റർ യാത്ര. അപ്പം ഇങ്ങനെ കൂടെ ഇപ്പോൾ അത്യാവശ്യം നല്ല സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കും, എന്തെങ്കിലുമൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കും. അപ്പം നമ്മൾ സമയം പോകുന്നേ അറിയത്തില്ല കേട്ടോ. സോളോ ട്രാവലിംഗ് ഉള്ളവർക്കും തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ, സോളോ ട്രാവലിംഗ് മാത്രമായിട്ട് ചെയ്യുന്നവരും കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും വരാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. അവർക്ക് ഈ മാക്സിമം നല്ല രാവിലെയൊക്കെ വന്ന ആ ഒരു തണുപ്പൊക്കെ അനുഭവിച്ച് ശാന്തമായിട്ട് പോകും. പിന്നെ ഞങ്ങൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെയും വണ്ടി എടുത്തുകൊണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു പോയിന്റിലോട്ട് ഞങ്ങൾ വന്നു. പിന്നൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ അമ്പനാട് പോയിട്ട് തിരിച്ചിറങ്ങാൻ നോക്കുമ്പം അവിടുത്തെ ചിലപ്പം ഗേറ്റിലുള്ളവർ പറയും വേറെ റൂട്ടുണ്ട് സാറേ അതുവഴി പോകാൻ. അപ്പം അതുവഴി പോകുന്നത് അത് ആനച്ചാടി റൂട്ടാണ്. ആനച്ചാടി റൂട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒരു 5-6 കിലോമീറ്റർ കണ്ട് ഞങ്ങൾ യാത്ര ചെയ്തിട്ടാണ് പിന്നെ ആ റൂട്ടും കഴിഞ്ഞ് ഞങ്ങൾ പോയത്. പക്ഷേ ഇതിനകത്ത് ഏത് റൂട്ടാണ് എളുപ്പമെന്ന് ചോദിച്ചാലും നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഈ റൂട്ടും മറ്റേ റൂട്ടും എല്ലാം ഒരുപോലെയാണ് നമുക്ക് തോന്നിയത്. പിന്നെ ഈ റൂട്ട് കുറച്ച് പൊട്ടിപ്പൊളിങ്ങിയ റോഡുകളായിരിക്കും അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം. സത്യം പറഞ്ഞാൽ ഇയാൾ പറഞ്ഞിട്ട് ഞങ്ങൾ ആനച്ചാടി റൂട്ട് പോയെങ്കിലും നമ്മൾ ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ വിചാരിച്ച് ഇത് തന്നെയാണോ റൂട്ട്, നമ്മൾ എത്തിപ്പെടുമോ എന്നൊക്കെയുള്ള ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് റിവേഴ്സ് എടുക്കാൻ പോലും അതിനൊക്കെ തിരിച്ച് പോകാൻ പോലുമുള്ള ഒരു സൗകര്യം ഈ റൂട്ടിലില്ല. വണ്ടി വളച്ചെടുക്കാനോ ഉള്ളൊരു സൗകര്യം പോലും ഇല്ല. അപ്പം ഞങ്ങൾ ഒരു പ്രതീക്ഷയിലങ്ങ് എടുത്ത് ഈ ഒരു റൂട്ട് പോകാം. പക്ഷേ എന്തായാലും അവിടെ നിന്നൊരു ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ ഒരു റൂട്ട് പോയാൽ നമുക്ക് കല്ലുരുട്ടി എന്ന് പറയുന്നൊരു പോയിൻ്റുണ്ട്, നല്ലൊരു സ്ഥലമുണ്ട്. അപ്പം ആ ഒരു സ്ഥലത്ത് ചെന്ന് പിന്നെ അവിടെ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞാൽ തെന്മല പോവാം. പക്ഷേ ഈ റൂട്ട് കുറച്ചുള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നി. അറിയത്തില്ല ഇനി ആ 2 റൂട്ടും ഒരുപോലെ ആണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആനച്ചാടി റൂട്ട് കുറച്ചുണ്ട്, പക്ഷേ കാണാൻ അത്യാവശ്യം കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ്. അപ്പം കാണാൻ അത്യാവശ്യം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഭയങ്കര വ്യൂവും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നമുക്ക് കണ്ടൊക്കെ പോവാം. സത്യം പറയാൻ നമുക്കിങ്ങനെ വിശ്വസിക്കാൻ പാടായിരിക്കും. അതായത് കൊല്ലത്തും ഇതുപോലെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളത് സത്യം പറയാം ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലാതെ നമ്മളങ്ങനെ വിശ്വസിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു തണുപ്പൊക്കെ ഉള്ള സമയം നൈസായിരിക്കും, മഞ്ഞൊക്കെ ഉള്ള സമയത്തൊക്കെ കുറച്ചുകൂടെ നൈസായിരിക്കും. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വെയിലായിരുന്നു കൂടുതലും. ഞങ്ങൾ അങ്ങോട്ട് പോയ റൂട്ടെല്ലാം അത്യാവശ്യം വെയിലായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ലായിരുന്നു എങ്ങനെ ഏത് റൂട്ടാണ് ചെന്ന് എത്തിപ്പെടേണ്ടതെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ആശ്വാസം തന്നൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഇതാണ്. അതായത് ഞങ്ങൾ ദൂരെ നിന്ന് കണ്ട് ആനച്ചാടി ഓഫീസ് ഒന്ന് കണ്ടപ്പോഴേ മനസ്സിലൊരു ആശ്വാസമായിരുന്നു.
പിന്നെ കുഴപ്പമില്ല, ഈ റൂട്ട് റിലയബിൾ ആണെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ പിന്നെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇതാണൊക്കെ കുറേ വീടുകളൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്, അങ്ങോട്ട് ഇനി റൂട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത്യാവശ്യം താറ് പോലത്തുള്ളൊരു വണ്ടിയായിട്ടൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെ ഇപ്പം ഒരു കാറൊക്കെ തന്നെ ആയിട്ട് പോയാൽ തന്നെ, സാധാ ഒരു കാറ് നോർമൽ ഒരു കാറുമായിട്ട് പോയാൽ തന്നെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ അവിടെ ഒതുങ്ങി കൊടുക്കാൻ സ്ഥലമില്ല എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കുക, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഈ ഒരു റോഡ് പോകുമ്പോഴൊക്കെ. ജീപ്പ്